നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പ്. പല നിറത്തിലും ഗുണത്തിലുമുള്ള ഉപ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നാൽ നമ്മൾ മിക്കവരും തന്നെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള വെള്ള നിറത്തിലുള്ള ഉപ്പാണ്. ആഹാര സാധനങ്ങൾക്ക് രുചി കൂട്ടാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട് മുഴുവനും ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് ശല്യക്കാരായ എലി, പല്ലി, പാമ്പ്, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണ് നമ്മുടെ ഈ ഉപ്പ്. ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ചിക്കനോ ഫിഷോ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ പാടില്ലേ. ഡിഷ് വാഷ് ഒക്കെ ഇട്ട് കഴിയാലും ഇതിൽ നിന്നും ആ ഉളുമ്പ് സ്മെല്ല് പെട്ടെന്ന് അങ്ങ് പോയി കിട്ടില്ല. അപ്പോൾ ചിക്കൻ്റെയും ഫിഷിൻ്റെയും മുട്ടയുടെയൊക്കെ ആ സ്മെല്ല് മാറുന്നതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനായിട്ട് വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഞാനിവിടെ പൊടിയുപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പും ഇതിനായിട്ട് എടുക്കാം. ഉപ്പോ ഉപ്പുപൊടിയോ നേരിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ട് ഉരയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ പാത്രത്തിനുള്ളിൽ സ്ക്രാച്ച് വീഴുകയും പാത്രം പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. ഒരു ചെറിയ പാത്രത്തിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ക്ലീൻ ചെയ്യാനുള്ള പാത്രത്തിനുള്ളിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാത്രത്തിലെ അഴുക്കും ബാഡ് സ്മെല്ലും ഒക്കെ മാറി പാത്രം നല്ല ക്ലീനായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരൽപ്പം അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദയോ ഇട്ടതിന് ശേഷം ഒരൽപ്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ എണ്ണമെഴുക്കും ബാഡ് സ്മെല്ലും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. മാത്രമല്ല നമ്മുടെ പാത്രം കേടാവാതെ ഒത്തിരി നാൾ യൂസ് ചെയ്യാനും സാധിക്കും. അടുത്ത ടിപ്പ് ചെയ്യാനും നമുക്ക് വേണ്ടത് ഉപ്പ് തന്നെയാണ്. നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രത്തിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു നല്ല ടിപ്പാണിത്. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്ക്രബ്ബറിന് വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാവാറില്ലേ. പാത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേസ്റ്റ് നമ്മൾ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴുകുമ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഈ സ്ക്രബ്ബറിനുള്ളിലേക്ക് കയറിപ്പോകും. അങ്ങനെ നനവോടുകൂടി ഇരിക്കുന്ന സ്ക്രബ്ബറിനാണ് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത്. സ്ക്രബ്ബറിലെ ബാഡ് സ്മെല്ല് മാറാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ സ്ക്രബ്ബറൊക്കെ എടുത്ത് ഈ വെള്ളത്തിലേക്ക് മുക്കിയിടാം. ഇനി ഇത് നന്നായിട്ടും തണുത്തതിന് ശേഷം ഇതിലെ വെള്ളം എല്ലാം പിഴിഞ്ഞു കളഞ്ഞ് നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ മതി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ എന്നും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും, ഒട്ടും ബാഡ് സ്മെല്ലില്ലാതെ. ദിവസവുമുള്ള അടുക്കള പണികളും പാത്രം കഴുകലും തുണി കഴുകലൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കൈകൾ വല്ലാണ്ട് അങ്ങ് റഫായിട്ടിരിക്കാറില്ലേ. കൈകളിലെ ഈ പരുപരുപ്പും പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കരിയുമൊക്കെ കളഞ്ഞ് കൈകൾ നല്ല പട്ടുപോലെ സോഫ്റ്റ് ആക്കാനായിട്ടും ഒരു നുള്ളു ഉപ്പ് മാത്രം മതി. ഒരൽപ്പം ഉപ്പുപൊടി കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സ് കൊണ്ട് കൈകൾ ഇതുപോലെ ഒന്ന് കൂട്ടി തിരുമ്മി കൊടുത്താൽ മാത്രം മതി. കൈകളുടെ അകവശവും പുറവശവും ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൈകൾ നല്ല പട്ടുപോലെ സോഫ്റ്റായി കിട്ടും. എണ്ണയും വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിച്ചു വയ്ക്കുന്ന സമയത്ത് കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു കാറിയ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവാറില്ലേ. എണ്ണയോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ആ കുപ്പിക്കുള്ളിലേക്ക് 3-4 കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എത്ര നാളിരുന്നാലും കാറൽ വരാതെ സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ നമ്മൾ കുറച്ചധികം വാങ്ങിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പൊടിപ്പിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ വണ്ടുകളും പ്രാണികളൊക്കെ വരുന്നത് കാണാറില്ലേ. അത് ഒഴിവാക്കാനായിട്ട് ആ പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന കണ്ടെയ്നറിലേക്ക് ഒരൽപ്പം ഉപ്പുപൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വെച്ചാൽ മതി. എത്ര നാളിരുന്നാലും അതിൽ വണ്ടുകളും പ്രാണികളും പൂപ്പലും ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പരിപ്പും പയറുവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ പ്രാണികളും ചെള്ളുകളൊക്കെ വരാറില്ലേ. അത് ഒഴിവാക്കാനും വേണ്ടി നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ കല്ലുപ്പ് നേരിട്ട് ഇങ്ങനെ ഇടാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടി ഇതിനുള്ളിലേക്ക് ഇട്ടാലും മതി. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ നോൺ വെജും വെജും അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറില്ല ഇടയ്ക്കിടയ്ക്ക്. ഫ്രിഡ്ജിനകത്ത് ഈ ബാഡ് സ്മെല്ല് മാറുന്നതിന് വേണ്ടി നമുക്കിങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഉപ്പിട്ടതിന് ശേഷം അത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്ത് ബാഡ് സ്മെല്ലെല്ലാം ഇങ്ങനെ വെക്കുന്ന ഈ ഉപ്പ് അബ്സോർബ് ചെയ്തോളും.
അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒരു ബാഡ് സ്മെല്ലും പിന്നീട് ഉണ്ടാവില്ല. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം സ്റ്റവിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് നമ്മുടെ ഉപ്പെല്ലാം നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. നമ്മുടെ വീടിനകത്തേക്ക് പല്ലിയും പാറ്റയും പഴുതാരയും ഒച്ചുകളും ഒക്കെ കയറി വരുന്ന ഒരു പ്രധാന വഴിയാണ് കിച്ചൺ സിങ്ക്. മാത്രമല്ല നോൺ വെജൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ നെയ്യും അംശങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് ഈ സീവിനകത്ത് പുഴുക്കളും കൃമികളൊക്കെ ധാരാളം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സിങ്കിനകത്തുള്ള ശല്യക്കാരായ ജീവികളെ നശിപ്പിക്കാനായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച ഈ വെള്ളം നമുക്ക് സിങ്കിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പൈപ്പിൻ്റെ ജോയിൻ്റൊക്കെ വിട്ടുപോകാതിരിക്കാനായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ടാപ്പ് തുറന്ന് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ സിങ്കിനകത്തുള്ള ജീവികളെല്ലാം നശിച്ചു പോകും. മാത്രമല്ല സിങ്കിൽ നിന്ന് ബാഡ് സ്മെല്ല് ഉണ്ടാവുകയുമില്ല. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി, പല്ലി, പാറ്റ, എട്ടുകാലി എന്നിവയെ ഉപ്പ് ഉപയോഗിച്ച് എങ്ങനെ തുരത്താം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. 100% നാച്ചുറലായ നല്ല റിസൾട്ട് കിട്ടുന്ന കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു സോസ് പാനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി കല്ലുപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2-3 തണ്ട് ആര്യവേപ്പില കൂടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. പല്ലി, പാറ്റ, ഈച്ച, കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ആര്യവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതുമാത്രമല്ല ഉപ്പിനോട് കൂടി ചേരുമ്പോൾ ഇതിന് വല്ലാത്തൊരു എഫക്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് ആര്യവേപ്പില മസ്റ്റായിട്ട് നമ്മുടെ ടിപ്പിലേക്ക് ചേർക്കണം. ആര്യവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 6-7 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ സൊല്യൂഷന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയാണ് ഗ്രാമ്പു ചേർക്കുന്നത്. ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം. ഏകദേശം 5 മിനിറ്റോളെങ്കിലും നമുക്ക് തിളപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്ത ആര്യവേപ്പിലയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ എസൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളൂ. ഇത് 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആര്യവേപ്പിലയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ എസൻസൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നല്ലൊരു സ്മെല്ലാണ് ഇട്ടുള്ളത്. ആര്യവേപ്പിലയും ഗ്രാമ്പും ഒക്കെ വെള്ളത്തിൽ കിടന്ന് തിളച്ചപ്പോൾ വല്ലാത്തൊരു സ്മെല്ല്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഇത് അതുപോലെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ എലി, പല്ലി, പാറ്റ, ഈച്ച, കൊതുക് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. രാത്രിയിൽ നമ്മുടെ കിച്ചൺ ജോലി എല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലും ഒക്കെ ഇത് കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ച് നന്നായിട്ടും തുടച്ചെടുത്താൽ മതി. നമ്മൾ ചേർത്ത് കൊടുത്ത ആര്യവേപ്പിലയുടെയും ഗ്രാമ്പൂവിൻ്റെയും ആ സ്മെല്ലും നമ്മുടെ ഉപ്പിൻ്റെ എഫക്റ്റും ഉള്ളത് കാരണം പല്ലിയും പാറ്റയും ഈച്ചയും ഉറുമ്പും ഒന്നും പിന്നീട് ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല. അതുപോലെ തന്നെ തറ തുടയ്ക്കാനുള്ള വെള്ളത്തിലേക്ക് നമുക്കിത് കുറച്ചൊഴിച്ചു കൊടുക്കാം. ധാരാളം കെമിക്കൽസ് ഒക്കെ അടങ്ങിയ ഫ്ലോർ ക്ലീനറിനേക്കാളും വളരെ നല്ലതാണ് നമ്മുടെ ഈ നാച്ചുറൽ സൊല്യൂഷൻ. നോൺ വെജൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന ഉളുമ്പ് നാറ്റം മാറാനും അതുപോലെ തന്നെ ആ വഴുവഴുപ്പൊക്കെ മാറാനും കല്ലുപ്പ് കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്താൽ മതി. കുറച്ച് കല്ലുപ്പ് എടുത്ത് കിച്ചൺ സിങ്കിലേക്ക് ഒന്ന് വിതറിയിട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയാൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിച്ചൺ സിങ്കിലെ ആ വഴുവഴുപ്പും അതുപോലെ ബാഡ് സ്മെല്ലൊക്കെ നിശേഷം മാറിക്കിട്ടും. ഉപ്പ് കൊണ്ടുള്ള ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്